അതൊക്കെ റെഡിയായ ആളുകളുണ്ട്. കൽബിൽ വേണ്ടാത്തൊന്നും വരാതെ ഉള്ള ആളുകൾ. വേണ്ടാത്തൊന്നും വരൂല. വിചാരിക്കേണ്ടത് മാത്രം വിചാരിക്കുക, പറയേണ്ടത് മാത്രം പറയുക, ചെയ്യേണ്ടത് മാത്രം ചെയ്യുന്നവർ, അവർക്കാണ് സ്വാദിഖ് എന്ന് പറഞ്ഞത്. അമ്പിയാക്കന്മാർ മുഴുവനും സ്വാദിഖീങ്ങളാണ്. കൂനുമായ സ്വാദിഖീൻ. അപ്പം ആ മഹാന്മാരോട് അമ്പിയാക്കന്മാർ, പിന്നെ അമ്പിയാക്കന്മാരല്ലാത്തവർക്ക് എന്തും വരാമെങ്കിലും അല്ലാഹു തആല കാത്തു രക്ഷിക്കും. അങ്ങനെ ത്യാഗം ചെയ്തുകൊണ്ട് സാദിഖായി മാറിയവർ, അത്തരം മഹാന്മാർ. അപ്പം അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയായാലും ഗണ്യത്ത് ഉസ്താദായാലും അവരൊക്കെ, ശംസുൽ ഉലമ അങ്ങനെ ഉള്ളു കണ്ട മനുഷ്യനല്ലേ. 500 ആൾക്കാർ ഇങ്ങനെ ജാമ്യയിൽ ഇങ്ങനെ പോകുമ്പോൾ, ക്ലാസ് കഴിഞ്ഞിങ്ങനെ പോവുകയാണ്, പള്ളി നിസ്കരിച്ച് വരികയാണ്. ഒരാളെ നോക്കിയിട്ട് എടോ ഇങ്ങോട്ട് വാ, നിന്റെ കൽബിൽ ഈമാൻ കാണുന്നില്ല എന്ന് പറഞ്ഞില്ലേ, മുത്തവാത്തിറല്ലേ സംഭവം. അങ്ങനത്തെ മഹാനവറുകൾ 40 കൊല്ലം നിയന്ത്രിച്ച് അതിന് എല്ലാ നിലക്കുമുള്ള ശക്തി പകർന്ന മഹാനാണ്. സ്ഥാപിച്ച മുല്ലക്കോയ തങ്ങളെപ്പറ്റി അവർ ഖുത്ബാണെന്ന് പറയാറുണ്ട്. അപ്പം ഇവരൊക്കെ സാദിഖീങ്ങളാണ്. പരിശുദ്ധ ഖുർആന്റെ അധ്യാപനത്തിനെ ഉൾക്കൊണ്ടുകൊണ്ട് സ്വാദിഖീങ്ങളാണെന്ന് രേഖാമൂലം നമുക്ക് ബോധ്യപ്പെട്ട സമസ്തയുടെ പിന്നിൽ ഉറച്ച് അണിനിരന്നുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും നമ്മളൊന്നും ചെയ്യാൻ പോണ്ട, അവരെങ്ങനെ പറഞ്ഞോട്ടെ, ഞങ്ങളതിനില്ല എന്ന് പറഞ്ഞ് ഉറച്ചു നിന്നുകൊണ്ട് നല്ല നിലക്ക് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാനും ആ മഹാന്മാരുടെ കൂട്ടുകെട്ടുകൊണ്ട് ആത്മീയമായ പരിശുദ്ധി കൈവരിക്കുവാനും നമുക്കെല്ലാം, എല്ലാ ദായികൾക്കും, എല്ലാ കുടുംബസമേതം സമസ്തന്റെ മുഴുവൻ മഹിബീങ്ങൾക്കും കുടുംബസമേതം റഹ്മാനായ റബ്ബേ നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്, നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ് എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.